ഹലോ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു കടപ്പാട്ടൂരേക്ക് വന്നേക്കാണ്. മുത്തശ്ശിക്ക് മൊബൈലൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വന്ന ഉടനെ തന്നെ മനു ചോദിക്കുന്നുണ്ട്, അലീന എവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എവിടെ പോകാനാ, നീ അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഏത് നിമിഷവും അലീനയെ പിരിച്ചുവിടാനുള്ള ഓരോ വഴികളൊക്കെ ആൻറ്റി നോക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല മനുവേട്ടാ, ഒരാളുടെ മുന്നിൽ തല കുനിച്ച് നിന്ന് ഇറങ്ങി പോകേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അലീനയും പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് പറ്റിയ അസുഖത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശിയും അലീനയും കൂടി പറയുന്നുണ്ട്. ആൻറ്റിക്ക് ഇത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ മനു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും, ഇവളാണ് എന്നെ നോക്കുന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും, എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നത്, അതും വലിയ പ്രശ്നം തന്നെയാണ്. അഥവാ മുത്തശ്ശി എല്ലാ അസുഖവും ഭേദമായി എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അലീനയെ പിന്നെ ആൻറ്റി ഇവിടെ നിർത്തത്തില്ലല്ലോ, ആ നിമിഷം തന്നെ പറഞ്ഞയക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് മനു. അത് ശരിയാണല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നത്, അലീന നന്നായി പഠിച്ചതൊക്കെ അല്ലേ, അപ്പോൾ തുടർന്നും പഠിക്കണം, ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് പഠിക്കണം എന്ന് പറയാണ് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞങ്ങൾ പഠിത്തം നിർത്തിയത്, ഞാനും രേവതിക്കുട്ടിയൊക്കെ പഠിത്തം നിർത്തിയത് പഠനത്തിൽ പുറകോട്ടായിട്ടോ അല്ലെങ്കിൽ പഠനത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല, അതിനു വേണ്ട ഫണ്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു, സാമ്പത്തികമായിരുന്നു പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയാണ് അലീന. അപ്പോൾ മനു പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ജോലി ശരിയാക്കി തരുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു, പിന്നെ അത് മാത്രമല്ല ഫണ്ടിൻ്റെ കാര്യം ഓർത്ത് അലീന വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. പക്ഷേ മനുവേട്ട, എനിക്ക് പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് അതിനൊന്നും പോയി പഠിക്കാനൊന്നും സമയമില്ലല്ലോ, പിന്നെ അതൊന്നും മാഡം സമ്മതിക്കത്തുമില്ല എന്ന് പറയുമ്പോൾ, ആൻറ്റി നിന്നെ സമ്മതിക്കൊന്നുമില്ല കോളേജിൽ പോയി പഠിക്കാൻ, അങ്ങനെയൊന്നും സമ്മതിക്കത്തൊന്നുമില്ല, പക്ഷേ അതിനൊക്കെയുള്ള സമയം കണ്ടെത്തി നീ പഠിക്കണം, വീട്ടിലിരുന്ന് പഠിക്കാലോ, കറസ്പോണ്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം, എന്നിട്ട് ഓൺലൈനായിട്ട് പഠിക്കാം, അതിനനുസരിച്ചുള്ള മൊബൈലും സാധന സാമഗ്രികളൊക്കെ വേണ്ടേ, ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇത് മുത്തശ്ശിക്കാണെന്നും പറഞ്ഞ് ഞാനൊരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്, എന്തായാലും മുത്തശ്ശിക്ക് മൊബൈൽ വേണം, എനിക്ക് നിങ്ങളെയും വിളിക്കാം, മുത്തശ്ശിയെ നിന്നെയൊക്കെ ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ വേണം, എന്താണെങ്കിലും അലീനയുടെ ഫോൺ ഇപ്പോഴും കംപ്ലൈൻ്റ് ആണ്, ചില സമയത്തൊന്നും വിളിച്ചാലൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനൊരു ഫോൺ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, നീ ഉപയോഗിച്ചാൽ മതി, അപ്പോൾ ഇതിൽ നിനക്ക് നിൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയണം. അങ്ങനെ അത് പറഞ്ഞിട്ട് മനു മൊബൈൽ എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ ഫോൺ ഏതായാലും എൻ്റെ അമ്മ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞില്ല, അപ്പം ഞാനൊരു നല്ല ഫോൺ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയണം. എനിക്ക് എന്തിനായിരുന്നു മോനെ ഇത്രയൊക്കെ നല്ല ഫോൺ, ഒരു സാധാ ഫോൺ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി. അപ്പോൾ മനു ഈ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ, എന്തായാലും നീ പറഞ്ഞത് നല്ല കാര്യമാണ്, ഇവർക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം, അത് അനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിക്കും അതൊരു ഭയങ്കര സന്തോഷം നൽകുക കേട്ടോ. കാരണം മനു അലീനയിൽ ഇങ്ങനെ ഒരുപാട് കെയർ എടുക്കുന്നതിൽ അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതേ മോളെ, ഇവിടുന്ന് ജോലി കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങോട്ടേക്ക് പോകും, സ്നേഹനികേതനം ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വഴി കാണണമെന്ന് അലീനയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നീ തുടർന്ന് പഠിക്കണം എന്ന് പറയണം. ഇതേ മനുവേട്ടൻ, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന പിന്നീട് ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും മനുവും കൂടി സംസാരിച്ചിരിക്കുകയാണ്, മൊബൈലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്താ നീ വരാഞ്ഞെന്ന് ചോദിക്കണം. അത് മുത്തശ്ശി, പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, പിന്നെ അങ്ങനെ പോവേണ്ടി വന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആരാണ് ഫ്രണ്ട് എന്താണെന്നൊന്നും പറയുന്നൊന്നുമില്ല, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് അലീന മനുവിന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് മനു മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനുവും അലീനയും തമ്മിൽ. അങ്ങനെ മനു ആണെങ്കിൽ അലീനയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാട്ടോ. എന്താ മനു ഏട്ടാൻ ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്, സംസാരിക്കാം, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണം, പഠിക്കുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ, അതൊക്കെ നടക്കുമോ മനുവേട്ട, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല എന്ന് പറയണം. ഒക്കെ നടക്കും, നീ മനസ്സ് വെച്ചാൽ മതി, എല്ലാം നടക്കും എന്ന് പറയണം. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് നീ പകൽ ഫ്രീ അല്ലേ, ആ സമയത്ത് നിനക്ക് പഠിക്കാമല്ലോ എന്ന് പറയാണ്. നോക്കാം മനുവേട്ടന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയാണ്. ആ സമയത്താണ് രോഹിത്ത് കോളേജിലേക്ക് പോകാനായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പം മനു അലീനയും കൂടി സംസാരിച്ച് നിൽക്കുന്നത് രോഹിത്ത് കണ്ടു. പക്ഷെ അവരെ മൈൻഡ് ചെയ്യാതെ രോഹിത്ത്
പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മനു ആണെങ്കിൽ ഇവനെന്തോ ഒന്നും മിണ്ടാതെ പോകുന്നേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്ത് അവിടെ നിന്ന് നിന്നേ എന്ന് പറയാണ്. രോഹിത്ത് സംശയത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. ചായക്കപ്പ് അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് മനു രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ, എന്നെ നീ കണ്ടില്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ട് ഞാൻ കോളേജിലേക്ക് പോവല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ തപ്പിത്തടഞ്ഞ് പറയാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നും ഇന്നലെയല്ലേ ഇവിടെ വരാൻ തുടങ്ങിയത്, നമ്മൾ ഇന്നും ഇന്നലെയാണോ കാണാൻ തുടങ്ങിയത്, ഇങ്ങനെയാണോ നീ പെരുമാറിയിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മനു. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തടി കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നിന്നെ ഹരി വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. ഹരി എന്നെ വിളിക്കാറൊന്നുമില്ല എന്ന് പറയണം. എന്നോട് കള്ളം പറയണ്ട, ഹരി നിന്നെ വിളിക്കാറുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും മേടാകൂടെ ഒപ്പിക്കാനാണ് നിങ്ങളുടെ ഭാവം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണം മനു. അതെ, ഞാനിവിടെ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, എന്നെ കയറി ഭരിക്കാനൊന്നും ആരും വരണ്ട എന്ന് മനുവിനോട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പറയാട്ടോ. അപ്പോൾ അലീനയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാതാവണം. മനുവിനോട് രോഹിത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. ഞാൻ ആരെ വിളിക്കണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയണം. നീ ആരെ വേണേലും വിളിച്ചോ, എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും എന്ന് പറയാട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അവൾ ആരാ, നിങ്ങളുടെ ആരുമല്ലല്ലോ, നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പം മനുവിന് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ടേ, അവള് ഭയങ്കര സൂത്രശാലിയാണ്, ചേട്ടനെ അനിയനെ ഒരുമിച്ച് വിഴുങ്ങാനാണ് അവളുടെ ഭാവം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്ത് പോകുമ്പോൾ മനുവിന് ആകെ വല്ലാതെ ആവട്ടോ. അലീനയ്ക്കും ആകെ വല്ലാതെ ആവുന്നുണ്ട് ഇങ്ങനെയുള്ള സംസാരം രോഹിത്ത് പറഞ്ഞപ്പോൾ. അപ്പോൾ മനു പറയുന്നുണ്ട് അലീനയോട്, അതൊന്നും കേട്ട് താൻ വിഷമിക്കേണ്ട, അവന് വേറെ എന്തോ ഒരു ചുറ്റുകെട്ടിൽ പെട്ടിട്ടുണ്ട്, അതായത് ഹരിയുടെ ഭയങ്കര കൂട്ടുകെട്ടിൽ പെട്ടിട്ടുണ്ട്, ഹരി എന്തൊക്കെയോ ചീത്ത കൂട്ടുകെട്ടിലാണ് ഹരി നടക്കുന്നത്, അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് രോഹിത്തും പെട്ടിട്ടുണ്ട് എന്ന് പറയണം. എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ എന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടൻ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. പറയാം, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ഇങ്ങനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കേണ്ട, നമുക്കൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇറങ്ങാം, മുറ്റത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ടും ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര മടി കേട്ടോ മനുവിന്. ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ച് തുടങ്ങണമല്ലോ, അതിന് ഭയങ്കര മടി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ നമ്മളിപ്പോൾ മുറ്റത്ത് എത്തിയില്ല, ഇനി എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, അത് ഒരു അത്യാവശ്യ കാര്യമായിരുന്നു, പക്ഷേ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിന്നോട് ഓപ്പണായിട്ട് പറയണമെന്ന് തോന്നി, അത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, നീ ഏത് രീതിയിൽ എടുക്കുന്നു എനിക്കറിയില്ല, നിനക്കതെന്തെങ്കിലും മോശമായിട്ട് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തുറന്ന് പറയണം, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിന്നോട് പറയാമെന്ന് കരുതി എന്ന് പറയണം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അലീനയ്ക്ക് ആരൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണല്ലോ എന്ന് പറയണം. അലീനയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ മനുവേട്ടനെ എനിക്ക് ഇഷ്ടമാണല്ലോ, അപ്പോൾ പിന്നെ മറ്റാരൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. നിനക്ക് വൈജയന്തി ആൻറ്റിയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കിഷ്ടമാണ് മാഡത്തിനെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്രയും ഇഷ്ടമാണ് എന്ന് പറയാട്ടോ. അതെന്താ അങ്ങനെയും ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് മനുവേട്ടൻ, വേറെന്താ ചോദിക്കാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് ആരൊക്കെയാണ് ഇഷ്ടമെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് ആരോടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമുള്ള എല്ലാവരെയും മനുവേട്ടനും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പറയാണ് അലീന. അങ്ങനെയല്ല, എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും അലീന അതിലേക്ക് അങ്ങനെ അടുക്കുന്നില്ല കേട്ടോ. മനുവേട്ടന് വേറൊരു ഇഷ്ടമുണ്ടെന്നോ, അതെന്ത് ഇഷ്ടം, മനുവേട്ടൻ വേറെ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ, വല്ല പെൺകുട്ടികളെ എങ്ങാനും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെ, അങ്ങനെ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ട്, ആരാ മനുവേട്ട അത് എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണെന്ന് പറയാട്ടോ. എന്താ മനുവേട്ടൻ പറഞ്ഞേ? അതെ, നിന്നെ ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിന്നെ കാണാനിഷ്ടം, നിന്നോട് മിണ്ടാനിഷ്ടം, നിൻ്റെ ശബ്ദം കേൾക്കാനിഷ്ടം, നിന്നെ ഓർക്കാനിഷ്ടം, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടങ്ങൾ, നിന്നെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ എനിക്ക് പ്രത്യേക ഒരു സുഖമാണ്, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാട്ടോ. അതൊക്കെ കൂടി കേട്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കാരണം
അലീനയ്ക്കും മനുവിനെ ഇഷ്ടമാണ്, പക്ഷേ അതൊരിക്കലും അങ്ങനെ തുറന്ന് പറയുന്നില്ല കേട്ടോ അലീന. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ താൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. മനുവേട്ടനൊക്കെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്, എനിക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണ് മനുവേട്ടൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ സ്ഥാനം ഇല്ലായ്മയൊന്നും നീ നോക്കണ്ട. ഞാൻ നിന്നോട് ചോദിച്ചത് എൻ്റെ ഇഷ്ടം നീ അംഗീകരിക്കുന്നുണ്ടോ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, എനിക്ക് മനുവേട്ടനെ ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ മനുവേട്ടൻ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഇഷ്ടം എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ഇഷ്ടം എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, അതെന്താ അറിയാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ എവിടെ കിടക്കുന്നു, മനുവേട്ടൻ എവിടെ കിടക്കുന്നു, ഞാനൊരു ഓർഫനേജിൽ വളർന്ന അനാഥ, അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും അറിയത്തില്ല, ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് വന്നു, ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലി തേടി പോവേണ്ട ഒരു പെണ്ണ്, അതിനിടയ്ക്ക് എങ്ങനെയാണ് മനുവേട്ട നിങ്ങളെപ്പോലെയുള്ള അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മനുവേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉയർന്ന കുടുംബത്തിലെ അംഗമാണ്, നല്ല ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, നല്ലൊരു പ്രൊഫഷണൽ സ്റ്റാറ്റസും അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്, പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയും ഞാനുമായിട്ട് ഒരുപാട് അകലമുണ്ടല്ലോ മനുവേട്ട എന്ന് പറയണം. ആ അകലമൊന്നും എനിക്ക് പ്രശ്നമല്ലെങ്കിലോ എന്ന് മനു ചോദിക്കുമ്പോൾ, മനുവേട്ടന് അതൊന്നും പ്രശ്നമായിരിക്കത്തില്ല, പക്ഷേ മനുവേട്ടൻ്റെ വീട്ടുകാർക്ക് അതൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ വീണ്ടും അവിടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പോവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അപ്പോൾ എന്തിനാ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനൊക്കെ നിൽക്കുന്നത്? മനുവേട്ടൻ്റെ അമ്മയ്ക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ഇഷ്ടം അംഗീകരിക്കാൻ കഴിയത്തില്ല, അമ്മയൊന്നും ഒരിക്കലും അംഗീകരിക്കത്തില്ല, പക്ഷേ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത്, എൻ്റെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, അമ്മയൊന്നും അവിടെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും ചെയ്യരുത് മനുവേട്ട, അവർക്കും ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് ഞാൻ മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ ലൈഫിൽ ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവരനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോവുക? അപ്പോൾ എൻ്റെ ഇഷ്ടം അംഗീകരിക്കുക എന്ന് പറയുന്നതല്ലേ അവരുടെയും ഒരു കടമ എന്നൊക്കെ മനു പറയുമ്പോൾ, മനുവേട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്നാലും എന്ന് പറയുമ്പോൾ ഒരു എന്നാലും ഇല്ല, എനിക്ക് അലീനയെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അലീനയ്ക്ക് സമ്മതമാണെങ്കിൽ അത് അലീന മാത്രമായിരിക്കും എന്ന് പറയാട്ടോ. അതുകൂടി കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു ഫീലിങ്സ് വരികയാണ്, സന്തോഷമാണോ സങ്കടമാണോ, ഭയങ്കര മനസ്സിങ്ങനെ നിറഞ്ഞതുപോലെ തോന്നി കേട്ടോ. തനിക്ക് ഒരാളുണ്ട്, എന്ത് കാര്യത്തിനും ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ അലീനയ്ക്കും വരികയാണ്. അപ്പോൾ അലീനയുടെ ഉള്ളിൽ ശരിക്കും മനുവിനോട് ഇഷ്ടമുണ്ട്. അന്ന് രവതിക്കുട്ടിയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ അലീന അപ്പോഴും പക്ഷേ മനുവേട്ട എന്ന് പറയുമ്പോൾ ഒരു പക്ഷേയില്ല, താൻ ആലോചിക്കാൻ എത്ര വേണേലും സമയമെടുത്തോ ഒരു കുഴപ്പമില്ല, പക്ഷേ ആലോചിച്ച് ഒരു മറുപടി തന്നാൽ മാത്രം മതി, അത് ഞാൻ പോസിറ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം. എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു പോവുക കേട്ടോ. അങ്ങനെ മനു പോകുമ്പം അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, കൈ വീശി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അലീനയുടെ മനസ്സിൽ മനു പറഞ്ഞ ആ വാക്കുകളാണ് ഇങ്ങനെ തറച്ചു നിൽക്കുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയാണ് കേട്ടോ. രേവതിക്കുട്ടി മാമച്ചാനും ഗ്രേസമ്മയ്ക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ രേവതിക്കുട്ടിയുടെ മുഖത്തൊരു പ്രസരിപ്പൊന്നുമില്ല കേട്ടോ. ആ പഴയ ഒരു പ്രസരിപ്പൊന്നുമില്ല, ഭക്ഷണം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് ഫുഡ് എടുത്തതാന്ന് പറയുമ്പോൾ, ഫുഡ് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറയാണ് രേവതിക്കുട്ടി. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം, ഇതിപ്പോൾ നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാമല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ രേവതിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇങ്ങനെയായിരുന്നില്ലല്ലോ, ഞങ്ങളെ ചട്ടം പഠിപ്പിച്ചുകൊണ്ട് അത്ര കഴിച്ചാൽ മതി ഇത്ര കഴിച്ചാൽ മതി, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊരു സെർവൻ്റ് അല്ലേ, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് അനുസരിക്കേണ്ട ആളല്ലേ ഞാൻ, അല്ലാതെ നിങ്ങളെ അനുസരിപ്പിക്കേണ്ട ആളൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് അത് വല്ലാതെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. മോളെ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഒന്നുമില്ല, ഞാൻ എന്തായാലും പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ, ഞാനൊരു സെർവൻ്റ് അല്ലേ, അപ്പം ഞാൻ അതിൻ്റേതായ നിലയ്ക്ക് നിൽക്കേണ്ടേ, ഞാൻ നിങ്ങളുടെ കൂടെ. അപ്പോൾ രേവതിക്കുട്ടീനോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുമ്പോൾ, ഞാൻ കൂടെ ഇരിക്കുന്നില്ല, ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ, നമ്മൾ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനൊരു സെർവൻ്റ് അല്ലേ, സെർവൻറ്റിനെ ഒരിക്കലും കൂടെ ഇരുത്തിയൊന്നും ഭക്ഷണം കഴിപ്പിക്കരുത്, അതൊന്നും ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്. ജെയിംസും വൈഫൊക്കെ വന്ന സമയത്ത് സംസാരിച്ചതൊക്കെ രേവതിക്കുട്ടി കേട്ടുന്നു. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്,
ജെയിംസ് വന്ന് സംസാരിച്ചൊക്കെ നീ കേട്ടുമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ രവതിക്കുട്ടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അവർ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട രവതിക്കുട്ടി, നിന്നെ ഞങ്ങൾക്കറിയാം, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, അവർ പറഞ്ഞല്ലോ ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇവിടെ ഒരുപാട് സ്വത്തും മുതലും സ്വർണ്ണമൊക്കെ ഉണ്ട്, അതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തല്ലോ, ഞങ്ങളിനി സൂക്ഷിച്ചോളാം, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഞാനൊരു സൂത്രശാലിയാണ് അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാണ് എന്നല്ലേ അതിനർത്ഥം? നിങ്ങൾക്കും അങ്ങനെ മനസ്സിലായി എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ, ഞങ്ങളത് അവരെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ നിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ, നീ ഞങ്ങളുടെ രേവതിക്കുട്ടിയല്ലേ, ഞങ്ങളുടെ സ്വന്തമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാംചാനും ഗ്രേസമ്മയും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും രേവതിക്കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവർ പറഞ്ഞപ്പോൾ ഗ്രേസമ്മയും മാംചാനും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പോലെ അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസമ്മ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രേവതിക്കുട്ടി, ഇവിടെ ആരൊക്കെ വന്നാലും അവർക്കൊക്കെ മേലെയാണ് നിൻ്റെ സ്ഥാനം എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ, വേണ്ട, എന്നെ അങ്ങനെ പുന്നാരിക്കൊന്നും വേണ്ട, ഞാനൊരു ജോലിക്കാരിയാണ് എന്ന് പറയുമ്പോൾ, അതെ, നീ ജോലിക്കാരി തന്നെയാണ്, ജോലിക്കാരിയുടെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി. പക്ഷേ മുതലാളിമാർ പറയുന്നത് ജോലിക്കാരി അനുസരിക്കണം, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിച്ചോളണം എന്ന് പറയണം. വേണ്ട, ഞാനില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു കുഞ്ഞി, നീ ഇല്ലാതെ ഞങ്ങളുണ്ടോ? നീയല്ലേ ഞങ്ങളുടെ എല്ലാം, നീയല്ലേ ഞങ്ങളെ ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ട് നടക്കുന്നത്, ഇവിടുത്തെ എല്ലാ അധികാരവും നിനക്കാണ് ഞങ്ങൾ തന്നേക്കുന്നത്. അതുകൊണ്ട് നീ ഇല്ലാതെ ഈ ഒരു വീടിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇവിടെ വേറെ ആരൊക്കെ വന്നാലും നീ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയണം. അവർ പറയുന്നത് കേട്ടല്ലോ, അവരുടെ മോനും മോളൊക്കെ താമസിക്കാൻ വരികയാണെന്ന്. അപ്പോൾ പിന്നെ എന്നെ വേണ്ടായിരിക്കുമല്ലോ, എന്നെ പറഞ്ഞേക്കുമല്ലോ, നിങ്ങൾക്ക് കൂട്ടിന് ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇവിടെ ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്കൊക്കെ സ്ഥാനം എന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല, എന്നെ എല്ലാവരും കൂടെ പുറത്താക്കും എന്നൊക്കെ രവതിക്കുട്ടി പറയുമ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയും മാംചാനും അവളിങ്ങനെ ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ രവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടെ അലീനയെ കെണിയിൽപ്പെടുത്താനുള്ള, ചതിയിൽപ്പെടുത്താനുള്ള വഴികൾ, പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുന്നതാണ്. രോഹിത്ത് വിളിച്ചിട്ട് ഹരിയെ പറയുന്നുണ്ട്, എടാ നീ നാളെ വാ, നാളെ നമുക്ക് നമ്മുടെ പരിപാടി ഒപ്പിക്കാം എന്ന് പറയണം. അങ്ങനെ ഹരി പറയുന്നുണ്ട്, അപ്പം നാളെ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആരും ഉണ്ടാവില്ല, നാളെ അമ്മ നേരത്തെ ബാങ്കിലേക്ക് പോകും, എന്തോ സൈറ്റ് വിസിറ്റും ഒക്കെ ഉണ്ട്, അതുപോലെ അച്ഛനും കുറച്ച് കടകളിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛനും പോകും, പിന്നെ ബബിതയും കൃഷ്ണയും എന്തായാലും സ്കൂളിലും കോളേജിലൊക്കെ പോകുമല്ലോ, ഞാനാണെങ്കിൽ കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയിട്ട് തിരിച്ച് വന്നേക്കാം എന്ന് പറയാണ്. പിന്നെ അതുപോലെ നീ വരുന്നത് ഇവിടെ ആരും കാണാനും പാടില്ല, ആ രീതിയിൽ വേണം വരാൻ, ഞാൻ പറയുന്ന സമയത്ത് നീ വീട്ടിലേക്ക് കയറി വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിലെ ഡോറ് തുറന്നിടുന്നുണ്ട്, ആ സമയത്ത് നീ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ കയറി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ഹരിയെ ചട്ടം കെട്ടുകയാണ്. അതുപോലെ പിന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.